ആത്മസഖാവവനേ തായ് മറക്കാം എങ്കിലു എന്നെ മറക്ക സ്നേഹിതനേ തായ് മറക്കാം എങ്കിലു എന്നെ മറക്ക സ്നേഹിതനേ ഏവരും എന്നെ കൈവെടിഞ്ഞാലും യേശുതാനൻ നരികിൽ കാണും ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഉറങ്ങുവാനും ഉണർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല സാവകാശം കൂടെ തന്നതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ കർത്താവിൻ്റെ പക്കൽ ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നു, ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും ഏൽപ്പിക്കുന്നു. തമ്പുരാനെ, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ പാദപിടുത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്നവൻ അവിടുന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന ഒരു മക്കൾ ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്നുവരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയതാ. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അവിടുത്തെ പ്ലാനിലും പദ്ധതിയിലും ഞങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഇഷ്ടമൊന്നും അല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങൾ നിറവേറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ, മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കായിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവ് ഒരുപോലെ ബുദ്ധിയും ജ്ഞാനവും നൽകി കാത്തുകൊള്ളുമാറാകണം. ജയത്തോടെ അവരെ നടത്തുമാറാകണം. നല്ല ഭാവിയിൽ ഞങ്ങളുടെ പൈതങ്ങൾ എത്തിച്ചേരണം. സ്വർഗം സഹായിച്ചാട്ട് കർത്താവേ. എല്ലാറ്റിലും ഉപരിയായി എൻ്റെ കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. അവിടുത്തെ കരവലയത്തിലുള്ളവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. സമാധാനത്തോടെ കാത്തോണേ കർത്താവെ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ടപ്പാ. നിൻ്റെ സമാധാനത്താല മക്കളെ അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കട്ടെ. തക്ക തുണ ഒരുക്കണേ അപ്പോൾ അവരുടെ വിവാഹം 2025 തീരുന്നതിന് മുൻപായിട്ട് നടക്കുവാൻ തക്കണം സ്വർഗമെല്ലാം ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചാട്ട്. മാസദിയോളം കൂടെ ഇരുന്ന് സൂക്ഷിച്ചാട്ട് ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ, പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ കർത്താവേ. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കളെ വാടക ഭവനങ്ങളിൽ കഴിയുന്നവരൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കാരുണ്യയോടെ എല്ലാവരെയും ഓർക്കണമേ കർത്താവേ. അവരുടെ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാൻ സഹായിക്കണമേ കർത്താവേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
പലവിധ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ വേദനകൾക്കൊക്കെയും അറുതി വരുത്തിക്കാട്ട് കർത്താവെ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കസവ രൂപാന്തരപ്പെടുത്താൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളപ്പാ. മനസ്സലിയണമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോടും മനസ്സലിയണമേ കർത്താവെ. ഹല്ലേലൂയ. സമയം കർത്താവെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം കടന്ന മക്കളെ സമർപ്പിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് ഓരോ മക്കളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് യാത്ര പോകുന്ന മക്കളെ സമർപ്പിക്കുന്നുണ്ട്. ഓരോ യാത്രകളിലും കർത്താവ് കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവെ. കൈകാൾക്ക് ചലനമില്ലാത്തൊരു കിടക്കയിലായിരിക്കുന്നവർ, വീഴ്ചയിലായിരിക്കുന്നവർ, ആമേൻ ഹല്ലേലൂയ കർത്താവെ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്തവർ, ഹല്ലേലൂയ കർത്താവെ. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള ഒരു കർത്താവെ, സ്തോത്രം സ്തോത്രപ്പാ സ്തോത്രം. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ള ഒരു കർത്താവെ, ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവെ, മാനസികമായ ഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ. എൻ്റെ കർത്താവെ സ്തോത്രം. പലവിധ ഇൻഫെക്ഷനുകളാൽ ഭാരപ്പെടുന്നവർ, ആമൻ ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ശരീരമാസകലം കർത്താവെ പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ ദൈവമായ കർത്താവെ തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ഹല്ലേലൂയ. ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ദൈവമേ മനസ്സലിയണം, കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമയാല, പനിയാല, ശ്വാസതടസ്സത്താൽ, കഫക്കെട്ടുകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ. അതാ മനസ്സലിയണമേ. അങ്ങ് മരുന്നും വൈദ്യനുമാണല്ലോ. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതിയല്ലോ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും അറിയുന്ന ദൈവമേ, നീ അവിടുന്ന് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. പലവിധ പ്രയാസത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. മനസ്സലിവ് കാണിക്കണമേ അപ്പാ, കരുണ കരുണമേ അപ്പാ, അത്ഭുതം ചെയ്യണമേ കർത്താവേ. ഭവനത്തിൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് ദുർഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതങ്ങളെ വിടുവിച്ച മതിയാ കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികളോടും കിഡ്നി രോഗികളോടും ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ള ജീവിതങ്ങളോടും മനസ്സലിവ് കാണിക്കണം, അത്ഭുത സൗഖ്യം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ എൻ്റെ അപ്പൻ സൗഖ്യദായകനും മനസ്സലിവും കരുണയുമുള്ള ദൈവമാകിയാൽ നാഥാ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആശ്വാസം നൽകി മുൻപോട്ട് ജീപ്പാൻ കൃപ നൽകി കാത്തോണേ കർത്താവേ. ആമൻ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം, ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ച് കാത്തണേ. സുവിശേഷ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്നവരെ വിട്ടുവിക്കണമേ കർത്താവേ. എല്ലാ രാജ്യങ്ങളെയും കാത്തുകൊള്ളണം. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ വിടുവിക്കണമേപ്പ. ഇന്ന് പോൽക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ മക്കളെ ഓരോ മക്കൾക്കും തന്ന് സഹായിക്കണം. ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരിക്കണമേ കർത്താവേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ആരാധനകളെയും ഇന്ന് പകൽക്കാലം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് ആത്മാവിൽ ചെതിർപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.